ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഓൾഡ് ഷർട്ടിൽ നിന്നും കിഡ്സിന് സൈസിലുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്താലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഷർട്ടിൻ്റെ സ്ലീവ് രണ്ടും കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ കോളറ പിന്നെ ഷോൾഡർ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആ ഷർട്ടിനെ മൊത്തത്തിലൊന്ന് നിവർത്തിയിടാം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ ഷർട്ടിൻ്റെ, അത് രണ്ട് സൈഡിലും ഫ്രണ്ട് പീസിൻ്റെ ജോയിൻറ്റിങ് ഉണ്ടല്ലോ, ആ ജോയിൻസിലൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഷർട്ടിനെ സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആക്കി തന്നെ വയ്ക്കണം. എന്നിട്ട് നമ്മളിതവിടെ ഫ്രണ്ട് പീസ് രണ്ടും ഒരേപോലെ വച്ചിട്ട് ഇതിലാണ് നമ്മൾ ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ടോപ്പിൻ്റെ ഇറക്കമായിട്ട് 12 ഇഞ്ചും വിഡ്ത്ത് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അളവിലൊന്ന് നന്നായിട്ട് സ്ക്വയർ ഷേപ്പിലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ അടിഭാഗമൊക്കെ ഒരു കർവ് രൂപത്തിലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് സ്ക്വയർ പീസാക്കി മാറ്റുന്നുണ്ട്. ഇനി ഇതിൽ നമ്മുടെ അളവുകളൊക്കെ രേഖപ്പെടുത്തി കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ നമ്മുടെ നെക്കിൻ്റെ അളവാണ് ഇവിടെ രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാൻ 2.5 ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു കർവ് രൂപത്തിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്നും ഷോൾഡർ 6 ഇഞ്ചും അതുപോലെ തന്നെ ആം ഹോൾ 6 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് അവിടെ ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടിഭാഗം, അതായത് ടോപ്പിൻ്റെ വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ അതേ 7 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് 1 ഇഞ്ചാണ് ഇവിടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം നെക്ക് കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് പിന്നെ ഷോൾഡർ മുതൽ അടിഭാഗം വരെ കട്ട് ചെയ്തെടുത്തു. ഈ സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതാ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കണ്ടില്ല. ഇനി ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ടാണ് ഞാൻ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ബാക്ക് സൈഡിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ബാക്കിൽ, അതായത് ഷർട്ടിൻ്റെ ബാക്ക് പോർഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നാണ് ഞാൻ നമ്മുടെ ഈ ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ്റെ ആവശ്യമായ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ ബാക്ക് പോർഷൻ നമ്മൾ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക, പിന്നെ നെക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാണ്. അതായത് ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ട് നെക്കിൽ ജോയിൻ ചെയ്ത് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്ത് ക്ലോത്തിൻ്റെ ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇതേ മെത്തേഡിൽ തന്നെ ഞാനിതാ നമ്മുടെ ഫ്രണ്ട് പീസും നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതാ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ തമ്മിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജോയിൻ ചെയ്യുന്ന പോർഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേസ്റ്റ് ക്ലോത്തിൽ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ 4 ഇഞ്ച് വിഡ്ത്തിൽ ഞാൻ കട്ട് പീസ് എടുത്തിട്ടുണ്ട്. അതായത് 4 കട്ട് പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് 4 ഇഞ്ച് വീതിയിൽ 4 കട്ട് പീസ് എടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ പീസുകളായതുകൊണ്ടാണ് ഞാനിവിടെ 4 പീസ് എടുത്തത്. അത് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 പീസിൽ 2 പീസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രസ്സിൻ്റെ നല്ല വശത്ത് കട്ട് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട്, കട്ട് പീസിൻ്റെ നടുഭാഗം നല്ല വശം വെച്ചിട്ട് ഇതാ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പ്രില്ലുകൾ ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രില്ലുകളാക്കിയിട്ടാണ് സ്ലീവ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ സ്ലീവ് 2 ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിൻ്റെ അടിഭാഗം ഫിനിഷ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനിതവിടെ 2.5 ഇഞ്ച് വീതിയിൽ ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതായി ടോപ്പിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. വീഡിയോ ഓവറായിട്ട് ലോങ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ ജോയിൻ ചെയ്യുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അതൊരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഞാനിവിടെ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്ത് കൊടുത്തത്. അതെന്തിനാണെന്ന് മനസ്സിലായോ? നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് മടക്കി ഫിനിഷായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി കൊടുത്തിട്ടുള്ളത്. ഇനി ആ 1/2 ഇഞ്ചിനെ ഉള്ളിലേക്ക് മടക്കി മൊത്തത്തിൽ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് നീളത്തിൽ, അതായത് ക്ലോത്തിൻ്റെ അടിഭാഗത്ത് മൊത്തത്തിലൊന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ ഈ ഡ്രസ്സിനെ മൊത്തത്തിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്ലീവ് മുതൽ അടിഭാഗം വരെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള അടിഭാഗം ഉണ്ടല്ലോ ഡ്രസ്സിൻ്റെ, അതിൻ്റെ ഏറ്റവും അടിവശത്തു കൂടെ, അതായത് തുമ്പിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ ഒരു തുമ്പിലൂടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ലുക്ക്. ഇനി നമ്മൾ അതിലേക്കുള്ള സ്കേർട്ടാണ് തയ്ച്ച് കൊടുക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ നമ്മുടെ സ്ലീവാണ് എടുത്തിട്ടുള്ളത്. ആ സ്ലീവിനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതായത് ഒരു സ്ക്വയർ ഷേപ്പല്ല, ഈ 2 എൻഡിലേക്കും നമ്മൾ സ്കേർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ നീളമായിട്ട് 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഞാനിതവിടെ ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 2 വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതവിടെ നമ്മുടെ സ്കേർട്ടിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അവിടെ 1 ഇഞ്ച് കനത്തിൽ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 11 ഇഞ്ചാണല്ലോ. അപ്പോൾ അതിൽ 1 ഇഞ്ച് എന്ന് പറയുന്നത് ഞാനിവിടെ നമ്മുടെ അരഭാഗത്ത് അരൻ്റെ പട്ട വെക്കുമല്ലോ, അപ്പോൾ അതിന് അതായത് തയ്യൽ തുമ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പട്ടൻ്റെ അളവ് ഞാനിവിടെ 3 ഇഞ്ച് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഈ പട്ട എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഷർട്ടിൻ്റെ കൈയുടെ ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗമാണ് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് ആ ഭാഗം വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അതിൽ സ്റ്റിഫ് പേപ്പറൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ഭാഗമായിട്ടാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ അരയുടെ ഭാഗത്ത് നല്ലൊരു ഫിനിഷിങ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ആ ഒരു പോർഷൻ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനതാ നമ്മുടെ അരഭാഗം, അതായത് കറക്റ്റ് വേസ്റ്റിൻ്റെ അളവിൽ ഈ പട്ട വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, പെട്ടെന്ന് കഴിയും. നമ്മൾ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മുടെ ഈ സ്കേർട്ട് ആൻഡ് ടോപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, പെട്ടെന്ന് ചെയ്തെടുക്കാനും കഴിയും, നല്ല ഭംഗിയുണ്ടായല്ലോ കാണാൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വേസ്റ്റ്, അതായത് പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.